കുഞ്ഞാവേ പുക ഇവിടെ വെച്ചില്ലേ. ഹലോ, ഒരു പഠിപ്പ് വെക്കല്ലേ ഇപ്പൊ കാണാൻ. ഈ കണ്ണട വാങ്ങിയതിന് പിന്നിലൊരു കഥ ഉണ്ട് കേട്ടോ. കഥ എന്ന് പറയുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറേയൊന്നുമില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ സയൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിരുന്നു അന്ന് സയൻസ്. കാരണം എനിക്ക് ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ക്ലാസ്സിൽ കയറാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സാം ആവുന്ന സമയത്ത് എന്തെഴുതും എന്നറിയാതെ നമ്മൾ വട്ടം കറങ്ങുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു പഠിപ്പിയായിട്ടുള്ള റീം എന്നാണ് ആളുടെ പേര്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചാഞ്ചാട്ടം ഉണ്ടാവുമല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ നോക്കാനൊക്കെ. അപ്പോൾ അവളുടെ നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആണ്. നമുക്ക് നോക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കോപ്പി അടിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ് അവളുടെ. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ചെറുതായിട്ട് ഷോർട്ട് സൈറ്റ് ഉണ്ടായിരുന്നു. ഷോർട്ട് സൈറ്റ് എന്നല്ലേ പറയാം, അതെ. ദൂരേക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. ഞാനിപ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്നാൽ നമ്മുടെ ബോർഡിലേക്ക് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തെ ബെഞ്ചിലിരുന്നാലും അടുത്ത കുട്ടീൻ്റെ പേപ്പറിലേക്ക് നന്നായിട്ട് കാണൂലല്ലോ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കണ്ണട പോയി വാങ്ങുന്നത്. പക്ഷെ അതിന് ശേഷം ഞാനിതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് എനിക്കങ്ങനെ കോപ്പി അടിക്കാനൊന്നും പറ്റിയില്ല. കട്ടിങ്സ് വെക്കുക, ബിറ്റ് വെക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കോപ്പി അടിക്കലിൽ ഭയങ്കര സ്കില്ലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു പരിശ്രമത്തിൽ പരാജയപ്പെടാനുണ്ടായത്. അവളെനിക്ക് കാണിച്ചൊക്കെ തന്നു കുറേ, പക്ഷേ എനിക്കങ്ങനെ നോക്കി എഴുതാനൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയാലും +1 എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൊറോണ ബാച്ച് ആയതുകൊണ്ട് പകുതിയോളം കുട്ടികൾ ഫുൾ A+ കൊണ്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ മാർക്കും ഇല്ലാതെ ഇങ്ങനെ നട്ടം നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കോളേജിലും നട്ടം തിരിഞ്ഞ് എല്ലാ കോളേജും തെണ്ടി നടന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കോളേജ് ലൈഫ് ഇല്ലാന്ന് ഉറപ്പിച്ചിട്ട് അവസാനം ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്ത ആളാണ് ഞാൻ. എനിക്ക് മലയാളം പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സാഹിത്യമായിട്ട് അടുപ്പുള്ള ആളാണ്. എനിക്ക് കവിതകൾ ഇഷ്ടമാണ്, കഥകൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സയൻസിൽ നിന്ന് മലയാളത്തിലേക്ക് പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ മലയാളം പൊതുവെ ഒരു ടോക്കുണ്ട്, അല്ലെങ്കിൽ ഒരു ധാരണ ഉണ്ട്. മലയാളം എന്ന് പറയുന്നത് ആർക്കും വേണ്ടാതെ എടുക്കുന്ന ഒരു കോഴ്സാണ് മലയാളം. സ്വാഭാവികമായിട്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു കോഴ്സാണെന്നുള്ള ഒരു പൊതുവെ ഒരു ധാരണ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രീകരിച്ച ഒരാളായിരുന്നു ഞാൻ. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തു എന്നുള്ള തരത്തിൽ. എനിക്ക് കോളേജിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. എവിടെയും കിട്ടാതെ ഡിസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തതിന് ശേഷം അവസാനം നമ്മുടെ SM കോളേജിൽ നിന്ന് എനിക്കൊരു കോള് വന്നു, അവിടെ ചേരണമെങ്കിൽ ചേരാമെന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയി ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ കോളേജിലെ ലാസ്റ്റ് അഡ്മിഷനായിട്ടാണ് ഞാൻ ചേരുന്നത്. അപ്പോൾ അത്ര കാലം ഞാൻ ആഗ്രഹിക്കാതെ കിട്ടിയൊരു സംഭവമാണ് എൻ്റെ ഡിഗ്രി ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അത്രമാത്രം പ്രതീക്ഷിച്ച പോലെ ഒരു എന്താ പറയുക, ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ ഒരു വൈബ്, അങ്ങനെ ഒരു കോളേജാണോ എന്ന് ചോദിച്ചാൽ കെട്ടിടങ്ങൾ കൊണ്ട് വലിയൊരു സംഭവമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത സൗഹൃദങ്ങൾ, ആവശ്യമുള്ളവർക്കൊക്കെ നല്ല നല്ല സൗഹൃദങ്ങളുള്ളൊരു കോളേജായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി വെച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അവിടെ MA ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അന്ന് മുതൽ കണ്ട സ്വപ്നമാണ് ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ ആഗ്രഹം സാധിക്കാതറിയില്ലേ, അങ്ങനെ ഒന്നായി വരുന്നത്. ഞാൻ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് എനിക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ടാവില്ല, അവിടെ എത്തിപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ടാവുമല്ലോ. തീരെ നമുക്ക് എത്തൂലെന്ന് പുറമുള്ളവരും നമുക്ക് വരെ തോന്നുന്ന ഒരു പോയിന്റ്. ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സ്പോർട്സിന് പങ്കെടുക്കുന്ന സമയത്ത് ഞാനങ്ങനെ വലിയ ആരോഗ്യമുള്ള ആളൊന്നുമല്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് പുട്ടിനായിരുന്നു കേട്ടോ കൂടിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ആവേശത്തിന് പോയി കൂടിയതാണ്. ഓട്ടത്തിനൊക്കെ സാധാരണ ചെറുപ്പത്തിലൊക്കെ കൂടിയിട്ടുണ്ട്, കോളേജിലെത്തിയാറൊന്നും ഞാൻ അങ്ങനെ കൂടിയിട്ടില്ല. അങ്ങനെ ഞാൻ ഷോർട്ട് പുട്ടിന് കൂടി. ഷോർട്ട് പുട്ടിന് കൂടിയ സമയത്ത് എല്ലാവരും ചോദിച്ചു എന്തിനാ വെറുതെ ഒരു ആവശ്യമില്ലാതെ പോയി കൂടുന്നതെന്ന് എല്ലാവരും ചോദിച്ചു. എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു. ആവശ്യം ഞാൻ കൂടി. എങ്ങനെയാണെങ്കിലും ആ സമയത്ത് ഞാൻ ആദ്യത്തെ റൗണ്ട് എറിഞ്ഞ സമയത്ത് ഫൗളായിപ്പോയി. പക്ഷെ എന്നോട് എൻ്റെ ഒരു സുഹൃത്തിലൊരാൾ വന്നിട്ട് പറഞ്ഞു, ആദ്യം കളിയാക്കിട്ടോ, കുറേ കളിയാക്കിയതിന് ശേഷമാണ് വന്ന് പറഞ്ഞത്, ഈ എന്താണ് കിട്ടൂല എന്ന് ഉറപ്പുള്ള ഒരു പോയിന്റ് മനസ്സിൽ വിചാരിക്കുക, ഈ ഗ്രൗണ്ടിന് അപ്പുറമൊക്കെ വിചാരിക്കുക, അപ്പുറം വിചാരിച്ചിട്ട് ആ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് എറിയാൻ പറഞ്ഞു. ഞാനങ്ങനെ എറിയുന്ന സമയത്ത് അതൊക്കെ പറഞ്ഞ് പോയിട്ടോ, പോയി എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പാണ്. ഒരു അധികം ആളില്ല, എന്നാലും ഒരു 10 അതിനേക്കാളുണ്ട് തോന്നുന്നു, എന്നാലും അധികം കുട്ടികളൊന്നുമില്ല. അങ്ങനെ ഞാനങ്ങനെ എനിക്ക് എത്തൂല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ എറിഞ്ഞത്. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടായപ്പം ഏറ്റവും കൂടുതൽ ലോങ് പോയത് എൻ്റെതായിരുന്നു. അങ്ങനെ ആ മത്സരം കഴിഞ്ഞു. ഷോർട്ട് പുട്ടിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. പക്ഷേ ഞാൻ ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിൽ ആരും ഇല്ല അവിടെ. എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും അവർ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം സമയത്ത് ഞാൻ അവരോട് വന്ന് പറഞ്ഞു ഇവിടെ ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് തന്നെ പോയി പറഞ്ഞു. പക്ഷെ ഇവർക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഓരോ വലിച്ചു കൊണ്ടുപോയിട്ട് സാറിൻ്റെ ബുക്കിൽ ഇങ്ങനെ പേര് എഴുതിയിട്ടുണ്ടാവല്ലോ, അങ്ങനെ അത് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഇവർക്ക് വിശ്വാസം വരുന്നത്. പക്ഷെ സംഭവം എന്താണ്, ഇവർ പറഞ്ഞ ആ ഒരു തോട്ടുണ്ടല്ലോ, അത് മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ അത് എറിയുന്നത്. ഇത് ഞാനൊരു വെറും ഷോർട്ട് പുട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട്, അങ്ങനെ ഒരു എയിം വെച്ചിട്ട് എറിയണം അല്ലെങ്കിൽ ആഗ്രഹിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ CUCAT എഴുതിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന്, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടണമെന്നല്ല, അവിടെ ഫസ്റ്റ് റാങ്കോടെ അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് 79 ആയിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനല്ല, 2 കുട്ടികൾ. അപ്പം റാങ്ക് വരുന്നത് ഏജിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പം ആദ്യത്തെ ഒരു കുട്ടി കുറച്ചും കൂടെ ഒരു മാസത്തിനൊക്കെ വ്യത്യാസം വരുമ്പോൾ ഫസ്റ്റ് റാങ്കിൽ വരുന്ന കുട്ടി 79 മാർക്കുള്ള, സെക്കൻഡ് റാങ്ക് 79, പിന്നെ 77 മാർക്കുള്ള 2 കുട്ടികൾ. അപ്പോൾ അതിൽ ഒരു കുട്ടി 77, അടുത്ത കുട്ടി ഞാനാണ്, എനിക്ക് 77 മാർക്കായിരുന്നു. അപ്പോൾ സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതിനൊരു അപ്പുറം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. ഒരു ലിമിറ്റിനപ്പുറം വെച്ച് ആഗ്രഹിക്കുമ്പോഴേ നമുക്ക് ആ ലിമിറ്റിൻ്റെ അടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്നെ കുറച്ച് വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു, നമ്മുടെ തന്നെ പഴയ കുറച്ച് ടീച്ചേഴ്സ് നമ്മുടെ ജൂനിയേഴ്സിനോട് ഉദാഹരണമായിട്ട് പറയില്ലേ ചില സ്റ്റോറീസ്, ചിലപ്പം നല്ല വിജയം വരിച്ച ആളുകളുടെ കഥകൾ അല്ലെങ്കിൽ നല്ല പരാജയപ്പെട്ട ആളുകളുടെ കഥകളൊക്കെ ഉദാഹരണമായിട്ട് അങ്ങനെ പോരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്നെയും കൂടെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഞാനൊരു വിജയിച്ച അല്ലെങ്കിൽ വിജയത്തിലേക്ക് പോകുന്ന ഒരാളെന്ന നിലയിലല്ല എന്നെ പറഞ്ഞത്. ഞാൻ സയൻസ് ഫീൽഡിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന ഒരാളെന്ന നിലയിൽ, തീരെ അഡ്മിഷൻ കിട്ടാതെ വേറൊരു അവസാനം കിട്ടിയ ഒരു അഡ്മിഷൻ എന്ന നിലയിൽ, ഒരു ഫ്ലോപ്പായിട്ടുള്ള ഒരു കരിയർ എന്ന നിലയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരാളുടെ ജീവിതം, ഒരാളെ ഇങ്ങനെ ആയി പോരുത് എന്ന തരത്തിൽ മറ്റുള്ളവരോട് ഉദാഹരണം പറയുമ്പോൾ അത് ആർക്കാലും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരാളുടെ അടുത്തുനിന്ന് മാത്രമല്ല, ഞാൻ പല ആളുടെ അടുത്തുനിന്നും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ജൂനിയേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ അടുത്തും. അപ്പോൾ സോ എനിക്ക് ഇങ്ങനെ ചില ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴി, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാഷൻ അനുസരിച്ച് തിരഞ്ഞെടുത്ത ആ ഒരു വഴി, അത് എത്രയും മനോഹരമായിട്ട് അല്ലെങ്കിൽ എത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു CUCATൻ്റെ റിസൾട്ട് കാണുന്നത്. അത് പലർക്കും പലതരത്തിലായിരിക്കും. ചിലർ വിചാരിക്കും ഇതിപ്പോൾ ഇതിന് മാത്രം പറയാനുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ അത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് ഒരു വിജയം കിട്ടുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുന്നത്, അയാൾ അത് എത്ര വാല്യൂ ചെയ്യുന്നു എന്ന തരത്തിലായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ ഒരുപാട് വാല്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ വീട്ടിലെല്ലാവർക്കും സന്തോഷമായ സമയത്ത് എൻ്റെ ഉമ്മ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ, വീട്ടിലുള്ള എല്ലാവരും കൂടെ മുറിച്ചു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി.
അപ്പോൾ സോ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് എത്തൂലെന്ന് തോന്നുന്ന, പുറമെ ഒരാൾക്ക് തോന്നുന്ന തരത്തിൽ ഉള്ളൊരു പോയിന്റിൽ നമ്മൾ ആഗ്രഹിക്കുക. അപ്പോഴേ നമുക്ക് അതിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് തന്നെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റുകളില്ലാതെ ആഗ്രഹിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.